മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന സ്റ്റാൻലിക്കും സ്റ്റാൻലിയുടെ വൈഫിനുമൊപ്പം തുടങ്ങിയ യാത്രയിൽ ചെന്നെത്തിയത് സ്റ്റാൻലിയുടെ മക്കൾ പഠിക്കുന്ന ഊട്ടിയിലെ വളരെ വലിയൊരു സ്കൂളിൻ്റെ ഫ്രണ്ടിലായിരുന്നു. അവിടെ നിന്നും സ്റ്റാൻലിയുടെ മക്കളെ എടുക്കാനായിരുന്നു അവർ വന്നത്. എന്നാൽ അകത്തേക്ക് അലീനയെ അവർ ക്ഷണിക്കുന്നുണ്ടെങ്കിലും അലീന വരുന്നില്ലെന്നും അവരോട് പോയി കുട്ടികളെ എടുത്ത് പെട്ടെന്ന് വന്നോളാൻ പറഞ്ഞുകൊണ്ട് അലീന അവരെ പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഊട്ടിയിലെ മനോഹരമായ കാഴ്ചകളൊക്കെ അലീന ഫോണിൽ ഒപ്പിയെടുക്കുകയായിരുന്നു. തൻ്റെ സഹോദരങ്ങൾക്കും മനുവേട്ടനുമൊക്കെ അത് അയച്ചു കൊടുക്കാനും അവൾ മറക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം സ്റ്റാൻലിയും വൈഫും തൻ്റെ മക്കളുമായി തിരിച്ചു വന്നു. അലീനയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി അവരെ കണ്ടപ്പോൾ. മനസ്സിലുണ്ടായ കാർമേഘങ്ങളെല്ലാം പെയ്തൊഴിഞ്ഞ ഒരു സന്തോഷമായിരുന്നു അലീനയ്ക്ക് അവരെ കണ്ടപ്പോൾ. എന്നാൽ മൂത്തവന് അലീനയെ കണ്ടതും എന്തെന്നില്ലാത്തൊരു മൗനമുള്ളതുപോലെ അലീനയ്ക്ക് ഫീൽ ചെയ്തു. എന്നാൽ ഇളയവൻ അച്ഛനോടായി ചോദിക്കുന്നുണ്ടായിരുന്നു, പപ്പ ഇതാണോ പപ്പ പറഞ്ഞ ആ ചേച്ചി? അവൻ്റെ ആ ചോദ്യം കേട്ട് അലീന തൻ്റെ പപ്പയെയും ആൻസി ആൻറ്റിയെയും നോക്കുന്നുണ്ടായിരുന്നു. ഇവരെന്താണ് അവനോട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാത്ത പോലെ അവനടുത്തേക്ക് ഓടി വന്ന് തന്നോടായി കുശലങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. കാറിൽ കയറി അവർ യാത്ര തുടർന്നു. ഇടവഴിയിൽ എപ്പോഴോ അവരിറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചു. യാത്ര ചെന്ന് നിന്നത് സ്റ്റാൻലിയുടെ വീട്ടുമുറ്റത്തായിരുന്നു. അലീനയോടായി സ്റ്റാൻലിയുടെ വൈഫ് പറയുന്നുണ്ട്, മോളെ നീ അവനെ ഒന്ന് തൊട്ടുണർത്തിയേക്ക്, വീടെത്തിയതൊന്നും ആ കുരങ്ങഞ്ചക്കൻ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലിയുടെ വൈഫ് ബാഗുമെല്ലാം എടുത്ത് കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. അപ്പോഴാണ് അലീന ശ്രദ്ധിക്കുന്നത്, ഇപ്പോഴും തൻ്റെ തോളിൽ ചാഞ്ഞു കിടക്കുകയായിരുന്നു ഇളയ തൻ്റെ സഹോദരൻ. അവന് കാറിൽ ഇരിക്കുമ്പോഴും തന്നോട് കഥകളൊക്കെ ചോദിച്ചറിയുമ്പോഴും ഒരു കൊച്ചുകുട്ടിയുടെ സ്വഭാവം പോലെയാണ് അലീനയ്ക്ക് തോന്നിയത്. എത്ര ചോദിച്ചിട്ടും അവന് ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞും കേട്ടും കൊതി തീർന്നിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴോ അവൻ ഉറങ്ങിപ്പോയിരുന്നു. അലീന ശ്രദ്ധിച്ചിരുന്നു തൻ്റെ തോളിൽ ചാഞ്ഞു കിടക്കുന്ന തൻ്റെ ചെറിയ അനിയനെ. പെട്ടെന്ന് ആൻസി പറഞ്ഞപ്പോഴായിരുന്നു അവൾ ഓർത്തത് അവൻ ഇതുവരെയും ഉറക്കം ഉണർന്നിട്ടില്ലായിരുന്നുവെന്ന്. അലീന ഉടനെ തന്നെ അവനെ തട്ടി ഉണർത്തി. എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് കയറി. വളരെ രാത്രിയായതുകൊണ്ട് തന്നെ എല്ലാവരും അവരവരുടെ മുറിയിലേക്കായി പോയി. അലീനയോടായി ആൻസി പറഞ്ഞു, മോള് അന്ന് വന്നപ്പോൾ സ്റ്റേ ചെയ്ത റൂമിൽ തന്നെ കിടന്നാൽ മതി കേട്ടോ. ആൻസിയുടെ ആ വാക്കുകൾ കേട്ട് മക്കൾ ആൻസിയെയും അലീനയെയും നോക്കി. പെട്ടെന്നായിരുന്നു ആൻസിയുടെ വായിൽ നിന്നും ആ വാക്ക് വീണത്. ആൻസി ഉടനെ തന്നെ മക്കളോടായി പറയുന്നുണ്ട്, ചേച്ചി മുമ്പിവിടെ വന്നിരുന്നു 1-2 മാസങ്ങൾക്ക് മുൻപ്. അന്ന് ചേച്ചി വന്നപ്പോൾ നമ്മുടെ പഴയ റൂമിലാണ് ചേച്ചി കിടന്നത്, അതുകൊണ്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞതെന്ന്. ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരും അവരുടെ മുറികളിലേക്കായി പോയി. ആൻസിയോടായി അലീന ചോദിച്ചു, ആൻറ്റി എനിക്കൊരു സംശയം, ഞാനിനി പപ്പ എന്ന് വിളിച്ചാൽ അവർക്കെന്തെങ്കിലും സംശയം തോന്നിയാലോ? ഏയ് സംശയമൊന്നും തോന്നത്തില്ല. അത് പപ്പയെന്തോ അവരോട് പറഞ്ഞിട്ടുണ്ട്, പപ്പ എന്നാണ് ചെറുപ്പം മുതലേ നീ വിളിക്കുന്നതെന്നെന്തോ. അതൊന്നും നീ കാര്യമാക്കണ്ട. നീ മുറിയിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക്, നമുക്ക് നാളെ കാണാം. അല്ല ആൻറ്റി, അപ്പോൾ പപ്പയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നു പറഞ്ഞിട്ട് അവരൊക്കെ ഈ സമയമായില്ലേ? നമ്മൾ എന്തായാലും വരാൻ വൈകുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അവരോട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നാളെ പപ്പ പോയി അവരെ എടുത്തിട്ട് വന്നോളും. നീയൊന്ന് സമാധാനപ്പെട്, അവരെയും നിനക്ക് നാളെ തന്നെ കാണാം. രണ്ടുപേരും പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും മുറിയിലേക്കായി പോയി. അലീന മുറിയിൽ ചെന്ന് തൻ്റെ ബാഗുകളൊക്കെ സെൽഫിലെടുത്ത് വെച്ചത് ശേഷം സെൽഫിൽ നിന്നും ബെഡ്ഷീറ്റൊക്കെ എടുത്ത് തൻ്റെ ബെഡിലായി വിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് അവൾ ഫോണെടുത്ത് സമയം നോക്കുന്നത്. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ബാലചന്ദ്രനെയോ തൻ്റെ സഹോദരങ്ങളെയോ ഇത്രയും സമയമായിട്ടും തനിക്കൊന്ന് വിളിക്കാനോ സംസാരിക്കാനോ പറ്റിയില്ല. ഇനി എന്തായാലും നേരം വെളുക്കട്ടെ, ഈ സമയത്ത് അവരെല്ലാവരും തന്നെ ഉറക്കത്തിലായി കാണുമെന്ന് അലീന ചിന്തിക്കുകയാണ്. എല്ലാവരും ഉറക്കത്തിലേക്കായി. എല്ലാവരും ക്ഷീണിതരുമാണ്. എന്നാൽ തനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല. മനസ്സിനും ശരീരത്തിനും എന്തെന്നില്ലാത്ത ക്ഷീണമുണ്ട്. പക്ഷേ എപ്പോഴോ ഇവിടെയോ മനസ്സിൽ ഇരുണ്ടുകൂടിയ കാർമേഘങ്ങളൊക്കെ പെയ്തൊഴിഞ്ഞൊരു ഫീല് അലീനയ്ക്ക് തോന്നിയിരുന്നു. അവൾ പതിയെ ആ ബെഡിലേക്ക് തലചായ്ച്ചു. അലീന ഇരു കൈകളും കൂപ്പി കർത്താവിനോടായി പ്രാർത്ഥിച്ചു. കർത്താവേ,
ഇവിടെയും എനിക്ക് ദുഃഖങ്ങൾ തരല്ലേ. ഞാൻ ആരുടെയും ജീവിതത്തിൽ ശല്യമായി തീരണമെന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. നീ എന്നെ കൊണ്ടുപോകുന്ന വഴിയെല്ലാം നേർവഴിയാക്കിയേക്കണേ. എന്നെ ചൊല്ലി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നീ കാത്തോളണേ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് അലീന കുരിശ് വരച്ച് ഉറക്കത്തിലേക്കായി ആഴ്ന്നു വീഴുകയായിരുന്നു. യാത്രാക്ഷീണത്തിലായതുകൊണ്ട് തന്നെ അലീന വല്ലാതെ ഉറങ്ങിപ്പോയിരുന്നു. നേരം വെളുത്ത് കുറച്ച് സമയമായിട്ടും അലീനയെ കാണാതെ ആയപ്പോൾ ആൻസി തന്നെയാണ് കതകിൽ വന്ന് മുട്ടി വിളിക്കുന്നത്. പെട്ടെന്ന് ചാടി പിടഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ സമയം താൻ എഴുന്നേൽക്കുന്നതിലും അതിക്രമിച്ചിരുന്നു. അലീന പെട്ടെന്ന് ചെന്ന് ഡോറ് തുറന്നു. പുറത്ത് നിൽക്കുന്ന ആൻസിയെ കണ്ട് അലീനയ്ക്ക് വല്ലാതെയായി. അലീന ആൻസിയോടായി പറഞ്ഞു, ആൻറ്റി സോറി, ഞാൻ എപ്പോഴോ ഉറങ്ങിപ്പോയി. ഒരുപാട് സമയം ആലോചിച്ച് കിടന്നതിന് ശേഷമാണ് ഉറക്കമൊക്കെ വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി ആൻറ്റി, സോറി എന്നൊക്കെ അലീന പറയുന്നത് കേട്ട് ആൻസിക്ക് ചിരിയാണ് വന്നത്. ആൻസി പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് ഇങ്ങനെ സോറി പറയുന്നേ? മുകളിലുള്ള നിൻ്റെ സഹോദരങ്ങളൊന്നും ഇതുവരെയും എണീറ്റിട്ടില്ല. ഞാനും പിന്നെ പപ്പയും കുറച്ചധികം നേരത്തെ എഴുന്നേറ്റത് പപ്പയ്ക്ക് അപ്പനെയും അമ്മനെയും എടുക്കാൻ പോകേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ എഴുന്നേറ്റത്. പിന്നെ നീ സാധാരണ ഇത്രയും വൈകിയൊന്നും കിടക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് നിന്നെ ഒന്ന് വന്ന് വിളിച്ചേക്കാമെന്ന് കരുതിയത്. അതിന് നീ എന്തിനാ കൊച്ചേ ഇങ്ങനെ കിടന്ന് വിറയ്ക്കുന്നത്? അല്ല, ഞാൻ കരുതി ഒരുപാട് സമയം വൈകിപ്പോയെന്ന്. അതിനെന്നെ ഇപ്പം എന്താ? ഇപ്പോൾ നമ്മൾ രണ്ടാളും എഴുന്നേറ്റിട്ട് മലമറിക്കാനുള്ള ഡ്യൂട്ടിയൊന്നും കിച്ചണിലില്ല. ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണെങ്കിൽ അത് അന്നമ്മച്ചേടത്തി തന്നെ നടത്തിയിട്ടുണ്ട്. പിന്നെ നീ എന്നാത്തിനാ? നീ ഓക്കെ അല്ലേന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കതകിൽ മുട്ടിയത്. അതിപ്പോൾ വലിയ പ്രശ്നമായോ? അയ്യോ ആൻറ്റി, അങ്ങനെയൊന്നുമില്ല. ശരി ശരി, വേണമെങ്കിൽ നീ കുറച്ച് സമയം കൂടി കിടന്നോളൂ, അല്ലെങ്കിൽ എന്നോടൊപ്പം പൂന്തോട്ടത്തിലേക്ക് വരാം. ശരി ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പൂന്തോട്ടത്തിലേക്കായി നനയ്ക്കാനായിട്ട് ഇറങ്ങുകയാണ്. ആൻസി പതിയെ വെള്ളം നനയ്ക്കാനുള്ള പൈപ്പുകളൊക്കെ വലിച്ചു നീട്ടുന്നുണ്ട്. അലീന അവിടെ എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ്. അലീനയോടായി ആൻസി ചോദിക്കുന്നുണ്ട്, ചിന്തകളൊന്നും ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. എന്തോ കാട് കയറി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ മുഖം നോക്കിയാൽ അറിയാം. ആരെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ബാലചന്ദ്രനെക്കുറിച്ചും അവിടുത്തെ മക്കളെക്കുറിച്ചും, അല്ലെങ്കിൽ മനുശങ്കറിനെക്കുറിച്ച്. ഇതിലാരെക്കുറിച്ചാണ് ഇപ്പോൾ ആലോചിച്ചത്? ഇവരാരെക്കുറിച്ചുമല്ല, ഞാൻ എന്നെക്കുറിച്ച് തന്നെയാണ് ഇന്നലെ തുടങ്ങി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്താ നിന്നെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ? എന്നെക്കുറിച്ച് ചിന്തിക്കാൻ ഒരുപാടില്ല ആൻറ്റി. ഒരു സ്ഥിരമായൊരിടമില്ല, സ്ഥിരമായൊരു അഡ്രസ്സില്ല. എങ്ങനെയോ എവിടെയൊക്കെയോ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്നേ ഉള്ളൂ. അങ്ങനെയൊന്നും ആലോചിക്കണ്ട, അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവുമല്ലോ. ആ അവസാന യാത്രയിലാണ് ഇപ്പോൾ ഇന്ന് മാത്രം ചിന്തിച്ചാൽ മതിയെന്ന് സ്റ്റാൻലിയുടെ വൈഫ് പറയുന്നത് കേട്ട് അലീനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. അലീന ഒരിക്കൽ കൂടി ആൻറ്റിയോട് ചോദിക്കുന്നുണ്ട്, ആൻറ്റി പറഞ്ഞത് മനസ്സിലായില്ലെന്നറിയാം, മനസ്സിലായിക്കോളൂ. നീ ഇപ്പോൾ തൽക്കാലം ആ പൈപ്പ് ഇങ്ങ് നീട്ടിയിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചുരുണ്ട് കിടന്നിരുന്ന പൈപ്പ് വലിച്ചു നീട്ടാനായിട്ട് അലീനയ്ക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ട് പൂന്തോട്ടത്തിലെ ഉണങ്ങിയ കമ്പുകളൊക്കെ മുറിച്ച് കളയുകയും ചെടിയൊക്കെ നനയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് അലീനയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അലീന ആൻസിയോടായി പറയുന്നുണ്ട്, ആൻറ്റി ഒരു 10 മിനിറ്റ് ഞാനൊന്ന് അച്ഛനെ വിളിച്ചിട്ട് പെട്ടെന്ന് വന്നേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അലീന അകത്തേക്ക് ഓടുകയായിരുന്നു. ആൻസി തിരിച്ച് എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ പോലും അലീന നിന്നിരുന്നില്ല. അലീനയുടെ ആ ധൃതിയും അലീനയുടെ ഓട്ടവും ഒക്കെ കണ്ട് ആൻസിക്ക് തന്നെ അതിശയം തോന്നുകയാണ്. അവളിവിടെയാണെങ്കിലും അവളുടെ മനസ്സും ഉയിരും ഒക്കെ അവിടെ തന്നെയാണല്ലോ എന്ന് ആൻസി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്. അലീന അകത്ത് ചെന്ന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ തൻ്റെ സംശയിച്ച പോലെ തന്നെ സത്യമായിരുന്നു. ബബിതയുടെയും കൃഷ്ണമോളുടെയും ബാലചന്ദ്രൻ്റെയും ഫോണിൽ നിന്നൊക്കെ കോള് വന്ന് കിടക്കുന്നുണ്ട്. പോരാത്തതിന് രേവതിക്കുട്ടിയും രോഹിത്തും മനുവേട്ടനും. അലീന പെട്ടെന്ന് തന്നെ നെറ്റ് ഓണാക്കി നോക്കിയപ്പോൾ എല്ലാവരും വാട്സപ്പിലും മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട്. അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നി. താൻ ഉറക്കമുണർന്നപ്പോൾ തന്നെ അവരെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നല്ലോ എന്ന്. അലീന ഉടനെ തന്നെ ബാലചന്ദ്രനെ തന്നെയാണ് ആദ്യം വിളിക്കുന്നത്. ബാലചന്ദ്രനോടായിട്ട് അലീന
അച്ഛാ സോറി, ഞാൻ എഴുന്നേൽക്കാൻ വൈകി. ഇന്നലെ ഒരുപാട് ലേറ്റായിട്ടാണ് ഊട്ടിയിൽ നിന്നും തിരിച്ചെത്തിയത്. അപ്പോൾ ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. ഇവിടുത്തെ ആൻറ്റി വന്ന് വിളിച്ചതിന് ശേഷം ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. പെട്ടെന്നുള്ള വെപ്രാളത്തിൽ ഫോൺ എടുക്കാനോ അച്ഛനെയൊക്കെ ഒന്ന് വിളിക്കാനോ ഒക്കെ പെട്ടെന്ന് വിട്ടുപോയതാന്നൊക്കെ ബാലചന്ദ്രനോട് അവൾ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, ഞാൻ വിളിച്ചല്ലോ നിന്നെ, അതുപോരെ. എനിക്ക് തോന്നിയിരുന്നു നീ എന്തെങ്കിലും പണിത്തിരക്കിലായിരിക്കുമെന്ന്. നിൻ്റെ കാര്യം എനിക്കറിയാവുന്നതാണല്ലോ. ഫോണൊന്നും നോക്കുന്ന സ്വഭാവം നിനക്കില്ല. എവിടെയെങ്കിലും ചെന്നാൽ നിൻ്റേതായ പണികളെടുത്ത് ഇങ്ങനെ നീ നടക്കും. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കൊച്ചേ ഞാൻ വിളിച്ചത്. നീ ഒന്ന് സമാധാനപ്പെടുന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ്. അലീന അപ്പോൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള മെഡിസിനൊക്കെ എടുത്തായിരുന്നോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാനിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയതേ ഉള്ളൂ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല, മെഡിസിൻ എടുത്തിട്ടില്ല, എല്ലാം ഓർമ്മയുണ്ട്. ഇന്നലെ രാത്രിക്കലത്തെ മെഡിസിൻ എടുത്ത് തരാനായിട്ട് ബബിത മോള് വന്നപ്പോഴേ ഇന്ന് മോർണിംഗിലേക്കുള്ള മെഡിസിൻ അവൾ ടേബിളിൽ എടുത്ത് വെച്ചിട്ടാണ് പോയത്. അവളെങ്ങാനും എത്താൻ വൈകിയാൽ അച്ഛനടുത്ത് കഴിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് തന്നെ അവൾ പോയത്. നീ പഠിപ്പിച്ചതൊന്നും അവർ മറന്നിട്ടില്ലെന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഫോണിൽ സംസാരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ട് ബബിത അപ്പോൾ ചോദിക്കുന്നുണ്ട്, ചേച്ചിയാണോ അച്ഛാ എന്ന്. അത് കേൾക്കുന്ന അലീന ബാലചന്ദ്രനോട് പറയുകയാണ്, അവിടെ ബബിതയൊക്കെ ഉണ്ടല്ലേ, ഒന്ന് കൊടുത്തേ അച്ഛാ, അവരും എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ അലീന പറയുന്നുണ്ട്. ഉടനെ തന്നെ ബബിത വന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിച്ചിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, അവിടെയുള്ള സഹോദരങ്ങളെ കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങളെയൊക്കെ മറന്നുപോയില്ലേ, ഇത്രയും സമയമായിട്ട് ചേച്ചി ഒന്ന് വിളിച്ചോ? ഇവിടെ നിന്നും ഇന്നലെ ഈ നേരത്ത് പോയ ആൾക്കാരാ, എന്തെടുക്കുന്നു, എവിടെ എത്തി എന്നൊന്നും പറഞ്ഞില്ല. എപ്പോഴോ ഒരു ഫോട്ടോ, ഊട്ടിയൊന്നും ഞങ്ങൾ കാണാത്ത പോലെ ഊട്ടിയുടെ ഒരു ഫോട്ടോ ഇട്ട് തന്ന എല്ലാം അങ്ങടായിന്ന. ഇതൊക്കെ കേൾക്കുന്ന കൃഷ്ണമോളും ബബിതയുടെ അരികത്ത് വന്ന് നിന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അലീന പറയുന്നുണ്ട്, മതിയടി എന്നെയിട്ട് വാരിയത്, ഞാനേ ഉറക്കമുണരാൻ വൈകിപ്പോയി, അതുകൊണ്ടാ, അല്ലാതെ നിങ്ങളെ ഒന്നും മറന്നിട്ടല്ല. ഇവിടുത്തെ ആൻറ്റി വന്ന് വിളിച്ചിട്ടാടി ഞാൻ ഉറക്കമുണർന്നത്. അത് വല്ലാത്ത അതിശയാണല്ലോ. എപ്പോഴും ഒരേ സമയത്ത് ആരും വിളിക്കാതെ തന്നെ എഴുന്നേൽക്കുന്ന ആൾക്ക് ഇന്ന് എന്ത് പറ്റി? അതിന്നലെ ഒരുപാട് വൈകിയാണ് കിടന്നുറങ്ങിയത്, അതുകൊണ്ടാണെന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, കോളേജിൽ പോകുന്നില്ലേ, എന്താണ് അവിടുത്തെ വിശേഷം എന്നൊക്കെ പരസ്പരം അവർ സംസാരിക്കുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് അവിടെ സുഖമല്ലേ, ചേച്ചിനോട് എല്ലാവരും സ്നേഹത്തോടു കൂടിയല്ലേ സംസാരിക്കുന്നത്, അവിടെ സ്റ്റാൻലി അങ്കിളിൻ്റെ മക്കളൊക്കെ ചേച്ചിയോട് ദേഷ്യമൊന്നും പെടുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിതയോട് അലീന പറയാണ്, ഇല്ല മോളെ, വളരെ സ്നേഹത്തിൽ തന്നെയാണ്. എന്നെ ആദ്യമായിട്ട് കണ്ടതായിട്ടുള്ളൊരു ഭാവമൊന്നും അവർക്കില്ല. അവരെന്നെ മുൻപ് എപ്പോഴോ കണ്ടിട്ടുള്ള ആൾക്കാരെ പോലെയാണ് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത്. ഒരാൾ പിന്നെ അധികം സംസാരിക്കാത്ത ടൈപ്പാണെന്ന് തോന്നുന്നു. ഇളയാൾ ഭയങ്കര കമ്പനിയായി. കണ്ടപ്പോൾ മുതൽ അവൻ എൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടും ചോദിച്ചിട്ടും മതിയാവാത്ത പോലെയായിരുന്നു എന്നൊക്കെ ബബിതയോട് പറയുന്നുണ്ട്. ബബിതയോട് അലീന ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു, നീ അച്ഛന് മെഡിസിനൊന്നും കൊടുക്കാൻ മറക്കരുത് കേട്ടോ, കറക്റ്റ് സമയത്ത് തന്നെ മെഡിസിൻ എടുക്കണം, അച്ഛൻ്റെ ചെക്കപ്പിൻ്റെ സമയത്ത് നീ കൊണ്ടുപോകണം അച്ഛനെ, മനുവേട്ടനെയും കൂടി കൂട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ അലീന പറയുമ്പോൾ, ഇതെന്താ ലാസ്റ്റത്തെ കോളെങ്ങാനുമാണോ? അല്ലടി, ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കോളേജിലൊക്കെ പോകാൻ നോക്ക്, ഞാനേ വൈകുന്നേരം വിളിക്കാമെന്ന് പറഞ്ഞ് അലീന കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി തൻ്റെ അച്ഛനെയും അമ്മയെയും എടുക്കാനായിട്ട് തറവാട്ടിൽ പോയിരിക്കുകയായിരുന്നു. തറവാട്ടിൽ ചെന്ന് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് സ്റ്റാൻലി. അപ്പനും അമ്മച്ചിക്കും വീട്ടിൽ ഒരു സർപ്രൈസ് ഇരിപ്പുണ്ടെന്നൊക്കെ സ്റ്റാൻലി അവരോട് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലിയുടെ അമ്മച്ചി ചോദിക്കുകയാണ്, അതെന്നതാടാ സർപ്രൈസ്? നിൻ്റെ മക്കളെ കാണാനല്ലേ ഞങ്ങൾ വരുന്നത്, ഞങ്ങൾക്ക് നിൻ്റെ സർപ്രൈസ് ഒന്നും കാണണ്ടെന്ന് പറയുന്നുണ്ട്. സ്റ്റാൻലി അമ്മച്ചിയോട് പറയുകയാണ്, അമ്മച്ചി അങ്ങനെ പറഞ്ഞാൽ നടക്കത്തില്ല, ഇത് നിങ്ങൾക്കായിട്ട് വേണ്ടി തന്നെ ഞാൻ കൊണ്ടുവന്ന സർപ്രൈസാണ്. അത് ആരാണെന്നൊക്കെ നിങ്ങളോട് ഞാൻ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം.
പക്ഷേ ആ കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി അവളോട് പെരുമാറിയേക്കണേ എന്ന് പറയുന്നത് കേട്ട് സ്റ്റാൻലിയുടെ അമ്മച്ചി ചോദിക്കുകയാണ്, അതെന്നതാടാ നീ അങ്ങനെ ഒരു വർത്താനം? പിന്നെ ഞങ്ങൾ ക്രൂരന്മാരായിട്ടാണോ മറ്റുള്ളവരോട് സംസാരിക്കാറുള്ളത്? നീ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, നീ ഏത് കുട്ടിയുടെ കാര്യം പറയുന്നത്? അമ്മച്ചി, നമ്മുടെ വീട്ടിലെ ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ട്, അവളുടെ കാര്യമാണ് പറഞ്ഞത്. വിരുന്നുകാരിയോ? അതാരാ? എടാ, നിന്നോട് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. മുൻപ് നിൻ്റെ വീട്ടിൽ 1-2 മാസങ്ങൾക്ക് മുൻപ് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു എന്ന് ഇവിടെ നമ്മുടെ തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന വറീദ് പറഞ്ഞിരുന്നല്ലോ. അതാരാ? നല്ല ഐശ്വര്യമുള്ളൊരു കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കണ്ടാലേ നിൻ്റെ മോളാണെന്നേ പറയത്തുള്ളൂ എന്ന്. പുതിയ സർവൻ്റ് എങ്ങാനുമാണോ? അപ്പോൾ നിൻ്റെ പഴയ സർവൻറ്റിന് എന്നാ പറ്റി? അമ്മച്ചി എല്ലാം കൂടി ഒരുമിച്ച് ചോദിക്കല്ലേ. അവൾ സർവൻ്റ് ഒന്നുമല്ല, എൻ്റെ വളരെ അടുത്തൊരു കൂട്ടുകാരൻ്റെ മകളാണ്. അവരവിടെ വന്നപ്പോൾ കുറച്ച് ദിവസം എൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതി അവളെ നിർത്തിപ്പോയതാ. അങ്ങ് പട്ടാളത്തിലുള്ളവരാ, അപ്പോൾ നാടൊക്കെ കാണാമല്ലോ എന്ന് കരുതി കുറച്ച് ദിവസം നിർത്തിയിട്ട് പോയതാ. നിനക്കറിയത്തില്ലേ സ്റ്റാൻലി, എനിക്ക് പെങ്കൊച്ചുങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന്. നീ എന്നിട്ടെന്താ അന്ന് കൊച്ചിനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാതിരുന്നത്? അതിനധികം ദിവസമൊന്നും ഉണ്ടായില്ല അമ്മച്ചി. 1-2 ദിവസം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ കുറച്ച് ദിവസമേ അവൾ ഉണ്ടായിട്ടുള്ളൂ. എന്നാലും ആ ദിവസത്തിൽ ഒരു വട്ടെങ്കിലും നിനക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. നീ എത്ര വട്ടം ആ കൊച്ചിനെയും കൊണ്ട് സിറ്റിയിലൊക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ടും നിനക്ക് ഇവിടെ വരെ എത്തിക്കാനോ അവളെ എന്നെ ഒന്ന് കാണിക്കാനോ പറ്റിയില്ലേ സ്റ്റാൻലി? അത് പിന്നെ അമ്മച്ചി, അത് അമ്മച്ചി അങ്ങ് വിട്ടേക്ക്. ഇപ്പോൾ അമ്മച്ചിക്കും അപ്പച്ചനും കാണാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ അവളെ ഒരിക്കൽ കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. അതാ പറഞ്ഞത് ഒരു സർപ്രൈസാണെന്ന്. ഇതുവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അവളെ എനിക്ക് എങ്ങനെയാടാ സർപ്രൈസ് ആവുന്നത്? അതെന്ത് സർപ്രൈസാണ് നീ പറയുന്നത്? അതൊക്കെ ഉണ്ടെന്നേ. അമ്മച്ചിയും അപ്പച്ചനും ഒന്ന് നേരം വൈകിക്കാതെ പോയി കാറിലേക്കൊന്ന് കയറാമോ? സ്റ്റാൻലി അവരുടെ 2 പേരുടെയും ബാഗൊക്കെ എടുത്ത് തൻ്റെ കാറിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. അമ്മച്ചിയെ പിടിച്ച് പതിയെ തൻ്റെ കാറിലേക്കൊക്കെ കയറ്റുന്നുണ്ട്. അവർ സ്റ്റാൻലിയുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. ഇതേ സമയം അലീന മനുശങ്കറിനെ കൂടി ഫോണിൽ വിളിക്കുന്നുണ്ട്. മനുവേട്ടനോട് അലീന പറയുകയാണ്, മനുവേട്ടാ, ഞാൻ വളരെ ടെൻഷനിലാണ്. എത്ര ആലോചിച്ചിട്ടും മനസ്സിനൊരു സമാധാനം കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നിന്നോട് എത്ര വട്ടം പറഞ്ഞു തന്നു അലീന, നീ കൂടുതൽ എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ? ഇവിടെ തന്നെ ഇപ്പോൾ നീ ഉദ്ദേശിച്ചതിനേക്കാളും സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പോയില്ലേ? അതേപോലെ തന്നെ അവിടെയും സംഭവിക്കും. ഇനിയിപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് തന്നെ നിന്നെ തിരിച്ച് ഇവിടെ എത്തിക്കും. അതോടുകൂടി ഈ ബന്ധത്തിന് ഒരവസാനം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ നീ ആഗ്രഹിച്ച പോലെ നിനക്ക് നിൻ്റെ ബാലചന്ദ്രൻ അച്ഛൻ്റെ മകളായിട്ട് മാത്രം ജീവിക്കാം. അതല്ലേ നീ ആഗ്രഹിക്കുന്നത്? ഞാനിപ്പോൾ ഒന്നും ആലോചിക്കുന്നില്ല മനുവേട്ട. എനിക്കിപ്പോൾ മനസ്സമാധാനം മാത്രമാണ് വേണ്ടത്. എത്ര ആലോചിച്ചിട്ടും എനിക്കതാണ് കിട്ടാത്തത്. കാരണം ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ, എൻ്റെ പപ്പയുടെ മക്കളൊക്കെ ഞാൻ ആരാണെന്ന് അറിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നോട് പ്രതികരിക്കാമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇളയ മകന് എന്നെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. അവൻ എന്നോട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്, എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. അവന് ഞാൻ ആരൊക്കെയോ ആണെന്നുള്ളൊരു തോന്നൽ അവനിൽ തന്നെ ഉണ്ടായ പോലെ എനിക്ക് തോന്നി. അതങ്ങനെയാ ലീന. രക്തത്തെ തിരിച്ചറിയുന്ന ചില സമയങ്ങളില്ലേ, അത് അങ്ങനെയാണെന്ന് കൂട്ടിയാൽ മതി. ആരുടെയും മനസ്സമാധാനം കളഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട മനുവേട്ടാ. ഞാൻ അത് മാത്രമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് മാത്രം എവിടെ ചെല്ലുമ്പോഴും സങ്കടങ്ങളും ദുഃഖങ്ങളും മാത്രം. എല്ലാം ശരിയാവുന്നേ, താനൊന്ന് മനസ്സമാധാനമായിട്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞ് അലീനയും മനുവും ഒരുപാട് സമയത്തെ സംസാരത്തിന് ശേഷം അലീന, കുറേ സമയമായി മനുവേട്ടാ, ഞാൻ കോള് കട്ട് ചെയ്യുകയാണേ. ഇവിടെ ആൻറ്റി കിച്ചണിൽ എന്തോ വർക്കിലാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് സമയം അവിടെ പോയി നിൽക്കട്ടെ കേട്ടോ എന്ന് പറയുമ്പോൾ മനു അലീനയെ കളിയാക്കുന്നുണ്ട്. അത് പിന്നെ കിച്ചണിൽ ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നിനക്ക് ജീവൻ നിലനിർത്താൻ പറ്റില്ലല്ലോ, എന്തായാലും പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് മനു കളിയാക്കുകയാണ്. അലീന കോളെല്ലാം കട്ട് ചെയ്തിട്ട് കിച്ചണിലേക്ക് വരികയാണ്. അപ്പോൾ മുറ്റത്തെ തോട്ടത്തിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ആൻറ്റി
കിച്ചണിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ വന്ന് നിന്ന് അലീനയും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അലീന ആൻസിയോട് ചോദിക്കുകയാണ്, ആൻറ്റി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്നതാ? ചോദിച്ചോ. പപ്പയുടെ അമ്മച്ചിക്കും അപ്പച്ചനും എന്നെ ഇഷ്ടപ്പെടുമോ ആൻറ്റി? എനിക്ക് അതാലോചിക്കുമ്പോൾ വല്ലാത്തൊരു പേടി. അവരെങ്ങനെയാ? ഭയങ്കര സീരിയസ് ആയിട്ടുള്ളവരാ? ഏയ് അല്ല കൊച്ചേ. പിന്നെ അമ്മച്ചിക്കേ ഈ പെൺകൊച്ചുങ്ങളെ വലിയ കാര്യമാണ്. എന്നെ ഇവിടെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന സമയത്ത് അമ്മച്ചി എന്നോട് വലിയ കാര്യത്തിലായിരുന്നു. ഞാനും ഇച്ചായനും കൂടിയും പുറത്തെവിടെയെങ്കിലും പോകുമ്പോൾ അമ്മച്ചിയാ സാരിയൊക്കെ സെലക്ട് ചെയ്ത് തരാം. നിൻ്റെ കളറിന് ഈ സാരിയാണ് ഭംഗി, നിൻ്റെ പൊക്കത്തിന് ഇങ്ങനെ ഉടുക്കുന്നതാ ഭംഗി, പിന്നെ മുടി പിന്നിയിട്ട് തരിക. അങ്ങനെ ഒരു പ്രത്യേക സ്നേഹമായിരുന്നു കേട്ടോ അമ്മച്ചിക്ക്. പിന്നെ അപ്പച്ചൻ ഇത്തിരി കർക്കശക്കാരനാണ്. അപ്പച്ചന് പെട്ടെന്നൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തൊരു ക്യാരക്ടറാണ്, അല്ലാതെ ഇഷ്ടക്കുറവുകൊണ്ടൊന്നുമല്ല. എന്നതാണെന്നറിയില്ല ആൻറ്റി, അവരെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു പേടി. ഇത്രയും പ്രായമായവരെ പറഞ്ഞു പറ്റിക്കുന്നല്ലോ എന്ന് ആലോചിച്ചിട്ട്. അതിന് എന്ത് പറഞ്ഞു പറ്റിക്കുന്നു എന്നാ നീ പറയുന്നേ? ഇച്ചായൻ അവരോട് എല്ലാം തുറന്ന് തന്നെ പറയണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് ഇവിടെ മക്കളോട് പറയുന്നതിന് മുമ്പേ. ഇച്ചായൻ്റെ അമ്മച്ചിയും അപ്പച്ചനും ആണല്ലോ, അവരൊരു ഡിസൈഡ് എടുക്കട്ടെ. അവർ നിന്നെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ അംഗീകരിക്കട്ടെ. അല്ലെങ്കിലോ? അല്ലെങ്കിൽ എനിക്കറിയില്ല മോളെ. എന്തായാലും ഇച്ചായൻ ഇനി നിന്നെ തിരിച്ചയക്കാനോ തള്ളിക്കളയാനോ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നീ ഒന്നുകൊണ്ടും ആലോചിച്ച് വിഷമിക്കണ്ട. നിനക്കെന്തായാലും നല്ലത് മാത്രമേ വരൂ. എല്ലാം കൂടി കേട്ടപ്പോഴേക്കും അലീനയുടെ ഉള്ള ശ്വാസം കൂടി പോയ പോലെ അവൾക്ക് തോന്നി. പെട്ടെന്നായിരുന്നു പുറത്തൊരു കാറ് വന്ന് ഹോൺ അടിക്കുന്ന ശബ്ദം അലീനയും ആൻസിയും കേൾക്കുന്നത്. രണ്ടുപേരും കൂടി ഒരുമിച്ച് തന്നെ സിറ്റ് ഔട്ടിലേക്ക് ചെല്ലുകയാണ്. അലീന പ്രതീക്ഷിച്ച പോലെ തന്നെ അത് തൻ്റെ പപ്പയുടെ കാറായിരുന്നു. പപ്പയുടെ കാറ് പോർച്ചിനുള്ളിലേക്ക് കയറ്റിയതും കാറിനുള്ളിൽ നിന്നും സ്റ്റാൻലിയുടെ അപ്പച്ചനും അമ്മച്ചിയും ഇറങ്ങുന്നുണ്ട്. അമ്മച്ചി അലീനയെ കണ്ട് ഒരുപാട് സമയം അലീനയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി. അമ്മച്ചിയുടെ ആ നോട്ടം കണ്ട് ആൻസിയും ഒന്ന് അമ്പരക്കുകയാണ്. ആൻസി പെട്ടെന്ന് തന്നെ അലീനയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അലീനയെ ആകെ ചത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അമ്മച്ചിയെയും അപ്പച്ചനെയും കണ്ടപ്പോഴേക്കും. അമ്മച്ചിയോടായി സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, അമ്മച്ചി എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഇപ്പോൾ അമ്മച്ചിക്ക് സർപ്രൈസായി കാണും അല്ലേ? അമ്മച്ചി എന്നോട് ചോദിച്ചില്ലേ അമ്മച്ചി ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ആളെ എങ്ങനെയാണ് സർപ്രൈസ് തരാൻ പോകുന്നതെന്ന്? ഇപ്പോൾ എന്തു പറയുന്നു എന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോഴും അമ്മച്ചി അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു. സ്റ്റാൻലി അപ്പച്ചനെ നോക്കിയപ്പോൾ അപ്പച്ചൻ്റെ മുഖത്ത് നിന്നും സ്റ്റാൻലി കണ്ടതും അതേ വികാരം തന്നെയായിരുന്നു. താനെവിടെയോ കണ്ടു മറന്ന ആ മുഖം ഒരിക്കൽ കൂടി കണ്ടപ്പോൾ സ്റ്റാൻലിയുടെ അപ്പച്ചൻ്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങി. തുടർന്നുള്ള എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.